afternoon all. Afternoon. Okay, can you start the voice on here now? Okay, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് എവിടെ വരെയാണ്? മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് അല്ലേ? ഓക്കെ, വായിച്ചു നോക്കി കാണും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? സെക്കൻഡ് പാരഗ്രാഫ് എന്ന് തോന്നുന്നു നിർത്തിയത്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിയെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അവരെ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക അതിനെ കൈകാര്യം ചെയ്യും അല്ലെ? എംപ്ലോയീസിന് ആർക്കൊക്കെയാണ് ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കേണ്ടത് അല്ലെ? ഏതൊക്കെ രീതിയിൽ ഫിനാൻസ് ഒക്കെ കുറച്ച് ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പാക്കേജുകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ് പാക്കേജുകളൊക്കെ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും കമ്പനിയെ ഇത്തരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളെല്ലാം എംപ്ലോയീസിന് ലഭ്യമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ എംപ്ലോയി സർവീസിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തേർഡ് പാരഗ്രാഫിൽ എന്താണ്? ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അല്ലെ? സോറി, ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് അതിനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് പാരഗ്രാഫ് എന്താ പറയുന്നത് നോക്കാം. എന്താണ്? He is also responsible for communicating to the employees about the manner in which the benefit programs function, along with the different standards which must be met by an employee to acquire these benefits. ഓക്കെ, നമ്മൾ എപ്പോഴും തീർച്ചയായിട്ടും നല്ല രീതിയിൽ എംപ്ലോയി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? ചിലർക്ക് ചില ബെനിഫിഷ്യൽ പാക്കേജിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ നമുക്കറിയാം മോസ്റ്റ്ലി എല്ലാ എംപ്ലോയീസും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അതായത് സ്ട്രെസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. അതേസമയം നമുക്കറിയാം ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ ചിലപ്പോൾ അടുത്ത് വരുന്ന അല്ലെ അടുത്ത് നിന്ന് വരുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എന്താ പറയുന്നത് എന്തെങ്കിലും ട്രാവലിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പേഴ്സൺസിന് എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും അല്ലെ അവിടെ നിന്ന് താമസിക്കേണ്ടതായിട്ടുള്ള ക്വാർട്ടേഴ്സ് ഒക്കെ ലഭ്യമാകുന്നതായിരിക്കും. നേരിട്ടതായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് ആവശ്യം. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങളായിരിക്കും ഓരോ എംപ്ലോയീസ് ഉണ്ടാവുക അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും കോമൺ ആയിട്ട് എംപ്ലോയീസിന് എന്താണോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് അതൊക്കെ സാധ്യമാവുകയുള്ളൂ അല്ലെ? ഏത് രീതിയിലുള്ള
ബെനിഫിഷ്യൽ പാക്കേജ് നൽകണം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് എംപ്ലോയീസിനെ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ബെനിഫിഷ്യൽ പാക്കേജ് ഏതാണ്, അല്ലെങ്കിൽ മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനും അവരിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് വിച്ച് മസ്റ്റ് ബി മെറ്റ് ബൈ ആൻ എംപ്ലോയി ടു അക്വയർ ദീസ് ബെനിഫിറ്റ്സ് അല്ലെ. വ്യത്യസ്ത അതുപോലെ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ അവരെ നേടിയെടുക്കുന്നത്. In most of the large organizations, benefits administration is a part of the HRM department അല്ലെ. നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഭരണനിർവഹണത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പാക്കേജുകളൊക്കെ അതൊക്കെ സൃഷ്ടിക്കുന്നത് ആരായിരിക്കും? ആരുടെ കൺട്രോളിലായിരിക്കും, അല്ലെങ്കിൽ ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ സേവനം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ HRM വിങ് ആണ് ഓരോ എംപ്ലോയീസും അല്ലെ, അവിടെ ഓർഗനൈസേഷനിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഈ എംപ്ലോയീസിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൈകാര്യം ചെയ്യാനാണ് HRM ഡിപ്പാർട്ട്മെന്റ് ആവും. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്താണ് എംപ്ലോയീസിന് ബെനിഫിഷ്യനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭരണ നിർവഹണത്തിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. On the other hand, in small organizations, the responsibility of a benefit administrator is assigned to the individuals of different divisions of areas. നേരത്തെ പറഞ്ഞത് അല്ലെ, എപ്പോഴും ക്ലാസ് എടുക്കുന്ന നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഓർഗനൈസേഷന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് വ്യത്യസ്ത രീതിയിലായിരിക്കും റോളുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഒരു മാനേജറെ ഉള്ളൂ എങ്കിലും ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അയാൾ തന്നെയായിരിക്കും പുതിയ എംപ്ലോയിയുടെ ആവശ്യകത എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു അല്ലെ അവര് ഓവറോൾ കൈകാര്യം ചെയ്യുന്ന ഒരു റോള് ആർക്കായിരിക്കും? അവിടെയുള്ള HRM മാനേജറിനായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ആ പേഴ്സണൽ മാനേജറിനായിരിക്കും. വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി നിർവഹിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ HRM ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർ തന്നെയാണ് പല പല തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഓരോ എംപ്ലോയീസിനെ കുറിച്ചിട്ടും അവർക്ക് ആർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം, ആരെയൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം അല്ലെ, അവിടെ എന്താണ് സ്റ്റാഫിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവാം. അതായത് അവര് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി, റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി സെലക്ഷനും അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാവാം. അതല്ല എങ്കിൽ എംപ്ലോയീസിന് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവരുടെ പ്രോബ്ലംസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിങ് ഉണ്ടാവാം. എനിവേ HRM ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ വലുപ്പം അനുസരിച്ചിട്ട് ഈ ഒരു ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നവരും വ്യത്യസ്തമായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ദ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ് മാനേജർ. ഓക്കെ, നമുക്കറിയാം ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരെല്ലാവരെയും അല്ലെ, ഓരോ എംപ്ലോയീസിനെയൊക്കെ അവരുടെ എന്താണ് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം ഏകോപിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡിസിഷനിലേക്കൊക്കെ എത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ മോസ്റ്റ് ഓഫ് ദ പേഴ്സൺസ്, മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസിനും അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. വീണ്ടും അത് എങ്ങനെയൊക്കെ അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആർ സ്റ്റേറ്റഡ് ബിലോ. ഓക്കെ, അതായത് നമുക്കറിയാം ഈ ഭരണ നിർവഹണത്തിലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും അല്ലെ പലതരത്തിലുള്ള സേവനങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം തന്നെ എല്ലാ തരത്തിലുള്ള പേഴ്സൺസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറം നമുക്കറിയാം ആർക്കൊക്കെ കൊടുക്കുക അല്ലെ, വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ ആർക്കൊക്കെ ഇത് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് അല്ലെ നേടിയെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ എംപ്ലോയിയുടെ ആശ്രിതര് അല്ലെ, അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ പലർക്കും അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അല്ലെ. റിട്ടയർമെന്റ് കഴിഞ്ഞിരിക്കുന്ന എംപ്ലോയീസിന് കൊടുക്കണോ, നിലവിലുള്ള എംപ്ലോയീസിന് കൊടുക്കണോ, ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കണോ അല്ലെ, അങ്ങനെ പലതരത്തില് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക, ഫസ്റ്റ് പോയിന്റ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് തീരുമാനിക്കുമ്പോൾ ആദ്യം കൈകാര്യം ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ്
ബെനിഫിറ്റ്സ് അല്ലെ? ആർക്കൊക്കെയാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കേണ്ടത് അല്ലെ? റെസിപ്പിയന്റ് ആരാണ്? നമ്മള് വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ആർക്കൊക്കെ ഈ ബെനിഫിഷ്യൽ പാക്കേജ് അതിന്റെ ഗുണങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണ് അടുത്ത നടപടികളിലേക്ക് പോകുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്. The different categories of employees who can be a part of a overall benefit program offered by the firm must be decided by an employer as a constituent of accomplishing the objectives of benefit plans. Okay, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെ, ബെനിഫിറ്റ് പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, അതിന്റെ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയർ തീരുമാനിക്കുകയാണ് ആർക്കൊക്കെ ഗുണങ്ങൾ കൊടുക്കുക അല്ലെ, ഇതിന്റെ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്ലി എന്താണ് തൊഴിലുടമ ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാം ഒരു നിശ്ചിത കോസ്റ്റെങ്കിലും മുടക്കേണ്ട വരും അല്ലെ, തൊഴിലുടമ കുറച്ചെങ്കിലും ഫിനാൻസ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കുമ്പോൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അവരെ മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക, ഒരു മോസ്റ്റ്ലി അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കും അല്ലെ. ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്, ആരെയൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഓരോ ഓർഗനൈസേഷന്റെയും ആ രീതി അനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളവരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അല്ലെ. ഇതില് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ് അല്ലെ, ഫുള്ളായിട്ട് അവിടെ നമുക്കറിയാം അവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അല്ലെ നിലവിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഫുൾ ടൈം എംപ്ലോയീസിനെ ഉൾപ്പെടുത്താം. ഡിപെൻഡ് നമ്പർ ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്, അതായത് ഫുൾ ടൈം എംപ്ലോയീസിന്റെ ആശ്രിതരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എംപ്ലോയീസ് ഹു ഹാവ് റിട്ടയർഡ് ഫ്രം ദ ജോബ്. ഓക്കെ, നമുക്കറിയാം റിട്ടയർമെന്റിന് ശേഷമുള്ള എംപ്ലോയിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഡിപെൻഡ്സ് ഓഫ് റിട്ടയർഡ് എംപ്ലോയീസ് അല്ലെ, ആ ചിന്ത അവര് വിരമിച്ചു പോയതിനു ശേഷം അവർ ആശ്രിതരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പാർട്ട് ടൈം എംപ്ലോയീസ് നമുക്കറിയാം ഭാഗികമായിട്ട് തൊഴിൽ ചെയ്യുന്നവരെ. ഡിപെൻഡ്സ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ് ഭാഗികമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുടെ ആശ്രിതരെ. എംപ്ലോയി ഹു ആർ ഡിസേബിൾഡ്, നമുക്കറിയാം എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, അംഗവൈകല്യം ഒക്കെ സംഭവിച്ചിരിക്കുന്ന പേഴ്സൺസിനെ ഉൾപ്പെടുത്താം. ഡിപെൻഡ്സ് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ്, ഇത്തരത്തിലുള്ള അംഗവൈകല്യമുള്ള ആശ്രിതരെ അല്ലെ അവരുടെ ആ എംപ്ലോയീസിന്റെ ആശ്രിതരെ ഉൾപ്പെടുത്താം. ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ് അല്ലെ, അവിടെ മരണവളരെ വരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, അവരുടെ ആശ്രിതർക്കൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എംപ്ലോയീസ് ഹു ഹാവ് ഫൈറ്റ് ദ എംപ്ലോയ്മെന്റ്, അതായത് ഇൻ കേസ് ചിലപ്പോ അല്ലെ ഒരു എന്താണ് അവിടെ നിന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകുന്നവരെ ഉൾപ്പെടുത്താം. ഡിപെൻഡ്സ് ഓഫ് എംപ്ലോയി ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്, ഇപ്പൊ നിലവിൽ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നവരെ ആശ്രിതരെ ഉൾപ്പെടുത്താം. എംപ്ലോയീസ് ഹു ഹാവ് സെപ്പറേറ്റഡ് ഫ്രം ദ എംപ്ലോയ്മെന്റ് ടെമ്പററിലി, എക്സാമ്പിൾ എംപ്ലോയീസ് ആണ് ഫാമിലി ലീവ് ആൻഡ് ഓക്കെ ഫാമിലി ലീവ് ഒക്കെ ആയിട്ട് ടെമ്പററി ആയിട്ട് വിട്ടു നിൽക്കുന്നവരുടെ ആശ്രിതരെയൊക്കെ അല്ലെ അവരെയൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ അവരെ അങ്ങനെയുള്ള എംപ്ലോയീസ് ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം ദ എംപ്ലോയ്മെന്റ് ടെമ്പററി, അതായത് ലീവിൽ നിന്ന് വിട്ടു അല്ലെ ഇവിടെ ഏതെങ്കിലും ഫാമിലി ലീവായിട്ട് വിട്ടു നിൽക്കുന്ന എംപ്ലോയീസിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഡിപെൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം ദ എംപ്ലോയ്മെന്റ് ടെമ്പററി ആയിട്ട് പോയിരിക്കുന്നവരുടെ ആശ്രിതരെയും വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അത് എംപ്ലോയർക്ക് തീരുമാനിക്കാം ആരെ വേണം നമുക്ക് ഈ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആരെയൊക്കെ അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തൊഴിലുടമയ്ക്ക് തീരുമാനിക്കാം. അപ്പൊ അവര് പലതരത്തില് ആലോചിച്ചുറപ്പിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ടൈമുകളിലൊക്കെ ചിലപ്പോൾ ഒരു ഓഫറുകൾ കൊടുക്കും അല്ലെ, നമ്മൾക്ക് നല്ല എംപ്ലോയീസിനെ കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്താണ് ചില ആനുകൂല്യങ്ങളൊക്കെ അല്ലെ, റിട്ടയർമെന്റിന് ശേഷം ആനുകൂല്യങ്ങൾ ലഭ്യമാകും, നിങ്ങളുടെ ആശ്രിതർക്കും ലഭ്യമാകും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള എഗ്രിമെന്റിന്റെ ബേസിലൊക്കെ ആയിരിക്കും അവര് എന്താണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള എംപ്ലോയീസിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും തൊഴിലുടമയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ആർക്കൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ അവൈലബിൾ ആക്കണമെന്ന് സാധ്യമാകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തിരുന്ന വിവിധ ഗ്രൂപ്പുകളെയാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്. ഓക്കെ, ആഴ്ച നോക്കേണ്ടതുണ്ടോ? ഫസ്റ്റ് പോയിന്റ് ഒക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. റിസീവിങ് റെസിപ്പിയൻസ് അല്ലെ, റെസിപ്പിയൻസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ഓർത്ത് വെക്കുക.
ആർക്കൊക്കെ ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ സ്വീകരിക്കണം അല്ലെ, ആർക്കൊക്കെ അവർ അവൈലബിൾ ആക്കണം എന്നുള്ള കാര്യമാണ്. ഓക്കെയാണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. ഓക്കെ, നമുക്ക് റിട്ടയർമെന്റിന് ശേഷമുള്ള വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തും. എപ്പോഴും നമുക്കറിയാം സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്നവർക്കും പി എഫ് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാണ്, മസ്റ്റായിട്ട് ചിലപ്പോൾ ലഭിക്കേണ്ടതാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ആക്ടിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ ഫസ്റ്റ് ആയിട്ടും അവർക്ക് അത് ലഭ്യമാക്കേണ്ടതാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണോ, അത് തീരുമാനിക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ ഫോർ മേജർ ബെനിഫിറ്റ്സ് ടു ദ പ്രൊവൈഡർ to be provided to the employees, and some portion is given to the defense of our employees like medical expense coverage, life insurance coverage, etc. ഓക്കെ, അതായത് നമുക്കറിയാം ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന ചിലവുകളെല്ലാം ആശ്രിതർക്ക് കൂടി ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജുകൾ അത് തീർച്ചയായിട്ടും ലഭ്യമാകാൻ മിക്ക കമ്പനികളും അത് ലഭ്യമാകാറുണ്ട്. There are many factors which must be taken care of when deciding whether to include the other groups in this plan or not. Okay, അതേമാതിരി തന്നെ മറ്റു തരത്തിലുള്ള വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തണോ ഈ ഒരു പ്ലാനിലേക്ക്, അതായത് എന്താണ് റിട്ടയർമെന്റ് പ്ലാനിലേക്ക് ഉൾപ്പെടുത്തണമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. Attitude of the employer and the extent of protection provided under other plans like the social security are the two main considerations involved in this. ഓക്കെ, നമുക്കറിയാം മനോഭാവം അല്ലേ, അവിടെ തൊഴിലുടമയുടെ മനോഭാവം മാത്രമല്ല നമുക്കറിയാം സാമൂഹിക സുരക്ഷ നൽകുന്ന അല്ലെ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്ത പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണോ, അതായത് ഇൻവോൾവ് ചെയ്യണമെന്നോ എന്ന് എംപ്ലോയർ തീരുമാനിക്കേണ്ടതുണ്ട്. Besides this, the role of central and state laws cannot be ignored. ഒരിക്കലും നമുക്കറിയാം ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെയും ആണെങ്കിലും നിയമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും ആക്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ആക്ടിൽ എന്താണോ പറയുന്നത് അത് നിയമാനുസൃതമായിട്ട് തന്നെ പാലിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുകൂടി അവിടെ ഒരിക്കലും നമ്മളെ cannot be ignored, അത് അവഗണിക്കാനായിട്ട് പാടുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, due to the family legal law, the benefits still need to be provided അല്ലെ. അവിടെ ഫാമിലി ലീവ് ആണെങ്കിലും ചില ലീവുകൾ, ചില ബെനിഫിറ്റ്സുകളൊക്കെ ഇപ്പോഴും തുടർന്ന് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ അല്ലെ. റിട്ടയർമെന്റ് വ്യക്തികളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനമാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. ഓക്കെയാണോ? രണ്ട് പോയിന്റ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെയല്ലേ? ഓക്കെയാണോ? രണ്ട് പോയിന്റ് ഓക്കെയല്ലേ? അതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒക്കെയാണ്. ഇതിൽ ഏതെങ്കിലും ആർക്കൊക്കെ ഇതിന്റെ ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ടെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫുൾ ടൈം അല്ലെ അങ്ങനെയൊക്കെയുള്ള വ്യക്തികള് അവരുടെ ആശ്രിതർക്ക് വേണമെന്നുള്ള കാര്യമാണ് എടുത്ത് പരിശോധിക്കുന്നത്. അതേമാതിരി തന്നെ നോക്കാം ഡിറ്റർമിൻ ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും അല്ലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും cannot be ignored അല്ലെ. ഒരിക്കലും ഇഗ്നോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അല്ലെ. അത്
തീർച്ചയായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഭരണനിർവഹകര് എന്താണ് ആക്ട് അല്ലെ, നമ്മുടെ നിയമങ്ങൾ എന്താണോ ആ നിയമത്തിന് അനുസൃതമായിട്ട് തന്നെ ലോയ്ക്ക് അനുസൃതമായിട്ട് പോകേണ്ടതും മസ്റ്റായിട്ടുള്ളതായിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊബേഷണറി പീരിയഡ്സ്. എന്താണ് പ്രൊബേഷണറി പീരിയഡ്സിൽ പറയുന്നത്? Okay, as any kind of a claim which is resulted during probation must be borne by the employee himself. It reduces the financial burden on the employers. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും എംപ്ലോയർ ഒരുപാട് കോസ്റ്റ് സഫർ ചെയ്യാനായിട്ട് അല്ലെ, അവരുടെ കുറെ എക്സ്പെൻസ് സഫർ ചെയ്യാനായിട്ട് അവർ തയ്യാറാവോ? ഒരുപാട് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവോ? എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് ഉണ്ടെങ്കിൽ അവർക്ക് ഓക്കെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും അവർ കൊടുക്കാൻ തയ്യാറാവും അല്ലേ? ശരിയല്ലേ? ഒരുപാട് വെറുതെ റിസ്ക് എടുത്ത് എംപ്ലോയീസിനെ ഹാപ്പി ആക്കി കൊണ്ടുപോകാനായിട്ട് എംപ്ലോയർ താല്പര്യപ്പെടില്ല. ശരിയല്ലേ? താല്പര്യപ്പെടാവോ? അല്ലേ? തീർച്ചയായിട്ടും എന്താണ് ഓക്കെയാണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ അല്ലെ, അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരെപ്പോഴും ബാലൻസ് ചെയ്ത് നോക്കും അല്ലെ. നമ്മളിപ്പോ ഇങ്ങനെ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്ത് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഏർണിങ്സ് അവർക്ക് ഇച്ചിരി കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ ഇൻ കേസ് നമുക്കറിയാം ഇങ്ങനെ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ, നിയമത്തിന് കീഴിൽ എന്തെങ്കിലും അല്ലെ പെനാൽറ്റി ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചതിന് ശേഷമായിരിക്കും അവരൊരു തീരുമാനത്തിലെത്തുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നോക്കാം പ്രൊബേഷണറി പീരീഡിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊന്നും മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നിയമാനുസൃതമായിട്ട് അവർക്ക് അവൈലബിൾ ആകേണ്ട ഒരു സമയമല്ല അല്ലെ. അപ്പൊ ആ എനി കൈൻഡ് ഓഫ് ക്ലെയിം വിച്ച് ഈസ് റിസൾട്ടഡ് ഡ്യൂറിംഗ് പ്രൊബേഷൻ മസ്റ്റ് ബി ബോൺ ബൈ ദ എംപ്ലോയി ഹിംസെൽഫ്. ഇറ്റ് റെഡ്യൂസസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ എംപ്ലോയേഴ്സ്. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് തീർച്ചയായിട്ടും എംപ്ലോയി ഹിംസെൽഫ് അല്ലെ, എംപ്ലോയി തന്നെ സ്വന്തമായിട്ട് തന്നെ പേ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. ഒരിക്കലും എന്താണ് എംപ്ലോയറുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, apart from this the chance of adverse selection are also reduced due to probationary periods. So നമുക്കറിയാം ഇങ്ങനെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ അല്ലെ, അവർക്ക് വേണമെങ്കിൽ അനുയോജ്യമായ രീതിയിൽ ഈ രീതിയിൽ തീരുമാനമെടുക്കാം. ആ ടൈമിലൊക്കെ എന്താണ് അവരെ സംബന്ധിച്ച് മസ്റ്റായിട്ട് ഇങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു ടൈമാണ് അല്ലെ. There will also be a reduction in the administrative cost for managing those employees who terminate the employment immediately after they join the organization. നമുക്കറിയാം തീർച്ചയായിട്ടും അവര് മസ്റ്റായിട്ടും അല്ലെ എംപ്ലോയി ആയിട്ട് ടെമ്പററി ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ അത് പെർമനന്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള റിസ്ക് വഹിക്കേണ്ട വരുന്നുള്ളൂ. ഇൻഫാക്ട് ദ ന്യൂ എംപ്ലോയീസ് who have some claims are faced with few financial changes as they are not eligible for any kind of a benefit plans. Okay, അപ്പൊ പുതിയ എംപ്ലോയി ആവുമ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ അവര് സഫർ ചെയ്യേണ്ടതായിരുന്നു അല്ലെ. പുതിയ എംപ്ലോയിയുടെ ഈ ടൈം പീരീഡ് ഒക്കെ ആവുമ്പോൾ അവര് കുറച്ച് റിസ്ക് വഹിക്കേണ്ടതൊക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. The implementation and the time frame of a probationary period is reducing, particularly in the medical expense plans. Expect the conditions of a high turnover, as most of the organizations are trying to attract new talent. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു പ്രത്യേകത ഇപ്പോഴും നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് ടൈമിലെല്ലാം കുറച്ച് ഓഫറുകൾ കൊടുക്കാനായിട്ടുള്ള സാധ്യത എന്താണ്, നല്ല ആപ്ലിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊബേഷണറി പീരീഡിലും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് അവര് വഹിക്കുന്ന ഒരു റിസ്ക് തന്നെയാണ്. പക്ഷെ നല്ല ഒരു എംപ്ലോയീസിനെയൊക്കെ കണ്ടെത്താനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല തീർച്ചയായിട്ടും നമുക്കറിയാം ഹൈ ടേൺ ഓവർ അല്ലെ, ഇവിടെ നല്ലൊരു മതിയായ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആ ടൈമിൽ തന്നെ എംപ്ലോയീസിനെ പിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതല്ല എങ്കിൽ എംപ്ലോയി എന്താണ് മറ്റൊരു കമ്പനിയിലേക്ക് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി വരും, കാരണം ആനുകൂല്യങ്ങളെല്ലാം കുറവാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് മറ്റൊരു കമ്പനിയിൽ നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അവിടെ ടേൺ ഓവർ റേറ്റ് നമുക്കറിയാം
വിട്ടുപോകുന്ന നിരക്ക് കൂടുതലായിരിക്കും. അപ്പൊ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും എംപ്ലോയർ റിസ്കിലാണ്. അതായത് പ്രത്യേകിച്ച് പ്രൊബേഷണറി പീരീഡില് അവര് അങ്ങനെ കൊടുക്കാനായിട്ടുള്ള സന്നദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ടേൺ ഓവർ റേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഹൈ ആയിട്ട് നിൽക്കണമെങ്കിൽ, അതായത് എംപ്ലോയി എന്താണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ, ആ ഒരു ഓർഗനൈസേഷനെ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ വിട്ടുപോകില്ല. എന്തെങ്കിലും നല്ല ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാവുമോ? ഇല്ല. നല്ല നല്ല ആനുകൂല്യങ്ങൾ, നല്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഓക്കെ മതിയായ സാലറി ഉണ്ട്, അതിനപ്പുറം എന്തെങ്കിലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുക, പ്രൊബേഷണറി പീരീഡിൽ എംപ്ലോയർക്കെല്ലാം റിസ്ക് വരുന്നത് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊണ്ട് അവരെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ കളക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും മിതമായ രീതിയിലൊക്കെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ബിസിനസിനെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അത് ലഭ്യമാക്കുന്നത്. ഓക്കെയാണോ? ക്ലിയറാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഫൈനാൻസിങ്. എന്താണ് ഫൈനാൻസിങ്ങിൽ പറയുന്നത്? The employee has to pay a portion of the cost of his or her coverage in several benefit plans. This can help the employer financially or the funds which are served from. This can be used in facilitating other types of benefits to the employees. Okay, നമുക്കറിയാം പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവര് ലഭ്യമാകുന്നുണ്ട് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മറ്റു കമ്പനികളിൽ നിന്ന് കോമ്പറ്റീഷൻ ആയിട്ടുള്ള രീതിയിലായിരിക്കും വിവിധ കമ്പനികൾ അവരുടേതായിട്ടുള്ള ഓഫറുകളൊക്കെ കൊടുക്കുന്നത് അല്ലെ. മിക്കവാറും കമ്പനികളൊക്കെ നമുക്കറിയാം ഒരു കമ്പനി കൊടുക്കുന്ന അതേ ഓഫറുകളൊക്കെ തന്നെ മറ്റൊരു കമ്പനി കൊടുക്കുന്നുണ്ടാവും. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൂടുതലൊക്കെ ആയിട്ട് കൊടുക്കും. കാരണം അങ്ങനെ നമ്മുടെ നല്ല കാൻഡിഡേറ്റ്സ് നമ്മുടെ കമ്പനിയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ഏതൊരു കമ്പനിയും ഉടമയ്ക്ക് ഏത് മാനേജറിനൊക്കെ ഉണ്ടാവുക. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, employee has to pay a portion of the cost of his or her coverage in several benefit plans. അവർ ഒരു നിശ്ചിത പോർഷൻസ് ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയിൽ നിന്ന് ഈടാക്കും അല്ലെ. നമ്മളിപ്പോ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലെ, ഏതൊരു ഇതാണെങ്കിലും ഇപ്പൊ മെഡിക്കൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനായിരിക്കാം, മറ്റെന്തെങ്കിലും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനായിരിക്കാം. എനിവേ ഏതൊരു ആനുകൂല്യത്തിനും ഒരുപക്ഷെ എംപ്ലോയിയുടെയും കൂടി കുറച്ച് നിശ്ചിത കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ വേണമെങ്കിൽ ചില സ്ഥാപനങ്ങൾ എന്താണ് കുറച്ച് കൂടുതൽ കോൺട്രിബ്യൂഷൻ നേടിക്കുക അല്ലെ, നേടിയെടുക്കുക. ചില സ്ഥാപനങ്ങളാണെങ്കിൽ കുറച്ച് കോൺട്രിബ്യൂഷൻ ആയിരിക്കും എംപ്ലോയിൽ നിന്ന് കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, then this can help the employer financially or a fund which are saved from his can be used in facilitating other type of benefits to the employees. അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമ ഫിനാൻഷ്യലി നമുക്കറിയാം സാമ്പത്തികമായിട്ട് തന്നെ അത് സേവ് ചെയ്യാനും അതേമാതിരി തന്നെ ഈ ബെനിഫിറ്റ്സ് അല്ലെ അവിടെ എന്താണ് ഫെസിലിറ്റേറ്റിംഗ് അതർ ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ടു ദ എംപ്ലോയീസ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് മറ്റു വലിയ വലിയ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാക്കുന്നതിനും അത് ഉപയോഗപ്രദമായി സാധിക്കും. അതായത് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഒക്കെ എംപ്ലോയിൽ നിന്നും ഈടാക്കുമ്പോൾ. There are different types of arguments favoring and opposing the provision of an employee's contribution, but in most of the cases, it is a point of argument as this kind of a decision are mainly taken on the basis of a competition or a collective bargaining. ഓക്കെ, നമുക്കറിയാം ചിലപ്പോൾ കുറച്ച് പ്രൊപ്പോർഷൻ എങ്കിലും കൊടുക്കണമെന്നൊക്കെ ഉള്ളത് ഉണ്ടാവാം. മിക്കവാറും മിക്ക സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് നമ്മുടേതായിട്ടുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള ഒരു വിഹിതം അവിടെ വേണമെന്ന് അവര് തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നു. അങ്ങനെ ഒരു അല്ലെ കോമ്പറ്റീഷൻ, അതായത് പരസ്പരം ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവരെ ഫേസ് ചെയ്ത് മുന്നേറി പോകുന്നതിനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ചർച്ചയിലൂടെ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തി വീഴ്ചയൊക്കെ ആയിരിക്കും എംപ്ലോയിയുടേതായിട്ടുള്ള ചെറിയൊരു ഫണ്ടൊക്കെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വ്യവസ്ഥയിലേക്ക് കിട്ടി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം തൊഴിലുടമയെ സംബന്ധിച്ച് ഒരുപാട് ബേർഡൻ ആവുന്നില്ല അല്ലെ, അവരുടെ റിസ്ക് കുറച്ച് കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയാണ്. കാരണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് എംപ്ലോയിയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ബെനിഫിറ്റ് അല്ലെ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കുന്നത്. ഇപ്പൊ ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും കമ്പനികളൊക്കെ ഓഫർ ചെയ്യും എന്താണ് ടു പാക്കേജ് ഒക്കെ കൊടുക്കും അല്ലെ, ചെറിയൊരു കോൺട്രിബ്യൂഷൻ എംപ്ലോയി കൂടി തരണമെന്ന് പറയും അറിയില്ലേ. ചിലപ്പോ ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള ഫ്രിഞ്ച് പാക്കേജുകളുണ്ട്. അപ്പൊ ഹൈ റിസ്ക് ആരും എടുക്കേണ്ടതായിട്ട് വരില്ല
എംപ്ലോയിനെ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ ടോട്ടലി എന്താണ് അവർക്ക് വലിയ റിസ്ക് ഇല്ലാതെ തന്നെ ഇന്ന് എംപ്ലോയീസിനെ ഹാപ്പി ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. The employers tend to select voluntarily or refuse the coverage in situations contributory financing is implemented for the different types of benefit apart from a pension funds. Okay. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിഷ്യറികളുണ്ട്. തീർച്ചയായിട്ടും പെൻഷൻ പ്ലാൻസുകളൊക്കെ ഉണ്ട്. അതായത് നമുക്കറിയാം PF ഉണ്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് മെഡിക്കൽ അലവൻസോട് കൂടിയിട്ടുള്ള പലതരത്തിലുള്ള പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പാക്കേജിലേക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്ത് സ്വമേധയാ അംഗത്വം സ്വീകരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. The cost of the employer will additionally get law based on the degree to which coverage is declined by few employees. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് എന്തെങ്കിലും കവറേജുകൾ അല്ലെ എന്തെങ്കിലും സുരക്ഷാ കവറേജുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ലഭ്യമാകുന്നത്. അപ്പൊ അവരുടേതായ കോൺട്രിബ്യൂഷൻ കൂടി ഇവിടെ കരസ്ഥമാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ലഭ്യമാകുന്നത്. ബട്ട് ദീസ് സേവിംഗ് ക്യാൻ ബി minimized by a negative choice which are resulted by those who select coverage. Okay. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം അവരെ സെലക്ട് ചെയ്യുന്ന കവറേജ് അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് താല്പര്യം ഉണ്ടാവാതെ ഇരിക്കാം. എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവാതെ ഇരിക്കാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് എന്താണ് അവർക്ക് ഒരുപാട് ബേർഡൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷനും താല്പര്യപ്പെടാറുണ്ട്. Then എന്താണ് additionally if the option of refusing the coverage is available to the employee himself or his or her defense will be without a coverage in case of any occurrence of a loss. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും ലോസുകൾ ഉണ്ടായെങ്കിൽ അല്ലെ നഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിലും അതനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് തൊഴിലുടമയും സ്വന്തമായിട്ട് തന്നെ തൊഴിലാളികളും അതിനുള്ള റിസ്കുകളൊക്കെ വഹിക്കേണ്ടതായിട്ട് വരും. ഇൻ കമ്പാരിസൺ ടു non-contributory plans, the administrative cost is relatively higher in case of a contributory plans. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫിനാൻഷ്യൽ ബർഡൻ എംപ്ലോയറിനെ അല്ലെ തൊഴിലുടമയെ സംബന്ധിച്ച് കുറവായിരിക്കും അല്ലെ കൂടുതലായിരിക്കും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബർഡൻ എംപ്ലോയർക്ക് തൊഴിലുടമയ്ക്ക് അതായത് തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ തൊഴിലുടമയുടെ ഫിനാൻഷ്യൽ ബർഡൻ കുറവായിരിക്കുമോ? നേരമാണ് ഫസ്റ്റ് അവർ തന്നെ തിയറി ക്ലാസ് കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോർ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്കൊന്ന് പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ പോവാം. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? അതായത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എംപ്ലോയറിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ബർഡൻ കുറവായിരിക്കും കൂടുതലായിരിക്കും. ഫിനാൻഷ്യലി ബർഡൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു റിസ്ക് അല്ലെ ബുദ്ധിമുട്ട് അത് കൂടുതലായിരിക്കും കുറവായിരിക്കും? ഇതായിരിക്കും കുറവായിരിക്കും അല്ലെ. അതായത് നമുക്കറിയാം അത് കുറവായിരിക്കും അല്ലെ. കാരണം കോൺട്രിബ്യൂഷൻ ആരും ഉണ്ടാകും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഫിനാൻസിങ് തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കും അല്ലെ. തൊഴിലുടമ ഇങ്ങനെ ഫിനാൻസ് മുടക്കുമ്പോൾ അവർ മൊത്തത്തിലൊന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടായിരിക്കും അത് എടുക്കുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടോ എന്നൊക്കെ ഉള്ളവർ അറേഞ്ച് ചെയ്ത് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും അവര് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്നാൽ ഇരു കൂട്ടർക്കും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയി ചോയ്സ് ആണ്. ആണോ ഫോർത്ത് പോയിന്റ്? ആണോ? ഓക്കെ. അയച്ചു നോക്കേണ്ടതുണ്ടോ? നോക്കാം.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എംപ്ലോയി ചോയ്സ് എന്താണ്? എംപ്ലോയിയുടെ ചോയ്സ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ കണ്ടു പലതരത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ അവരുടെ മാർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. സെക്കൻഡ്ലി നമ്മൾ കണ്ടു എന്താണ് അവിടെ അല്ലെ റിട്ടയേഴ്സ് പ്ലാനുകളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ചിന്തിക്കണം. തേർഡ് പ്രൊബേഷണറി ടൈമിൽ കൊടുക്കണമെന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ബർഡനെ ആലോചിക്കണം. ഫൈനാൻസിങ് തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയർ ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവില്ല. എംപ്ലോയിയുടെയും കൂടി കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ നോക്കാനായിരിക്കും അവർ പരിശ്രമിക്കുന്നത്. വീണ്ടും എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർ കൊടുക്കുന്നത് അല്ലേ? ആണോ? തൊഴിലുടമ ഇത്ര റിസ്ക് എടുത്ത് ഈ സാലറികൾക്ക് അപ്പുറം എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നത് ആരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ? സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ? ആരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എംപ്ലോയിയെ അല്ലെ, തൊഴിലാളികളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തൊഴിലാളികൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലെ. മോസ്റ്റ്ലി നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് ഇന്ന ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുമ്പോൾ ഇൻ കേസ് അവരിൽ നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ നേടിയിട്ടും പാക്കേജസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആവണം അല്ലെ. ചിലപ്പോ അവർക്ക് കുറച്ചും കൂടി റിസ്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ആയി കഴിഞ്ഞ പ്രശ്നമാണ് അല്ലെ. അവരെ കൊണ്ട് കുറച്ച് എക്സ്പെൻസുകൾ നമ്മൾക്ക് അഡീഷണലി തന്നെയും എന്താ പറയുക അടിച്ചേൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതൊന്നും കൂടി ആ സാറ്റിസ്ഫാക്ഷനെ പകരം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്. ഡിഫറെന്റ് മെത്തേഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെയിനിങ് ദ viewpoints and choice of the employees regarding different benefits plan are stated in. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ വീക്ഷണകോണുകളിൽ വെച്ചുകൊണ്ട് അല്ലെ അവര് ഹാപ്പി ആണോ, അവർക്ക് ഇഷ്ടം ഈ അംഗീകരിക്കുന്നുണ്ടോ, ഈ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പല രീതികളുണ്ട്. പേഴ്സണൽ ഇന്റർവ്യൂ, then simplified questionnaires, then third one sophisticated research method. അല്ലെ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂസ്. ഓക്കെ, പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലെ അവരെ വ്യക്തിപരമായിട്ട് തന്നെ എന്താണ് ഇന്റർവ്യൂ ചെയ്ത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണ്. The most effective marketing research method for a small organization or for a benefit plan which includes only a limited number of employees is a personal interview with the employees either individually or small groups. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ ചെറിയ സ്ഥാപനമാണ്, കുറച്ച് ആൾക്കാരെ വർക്ക് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചുകൊണ്ട് അവരുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് എന്താണെന്ന് ചോദിച്ചറിയാൻ സാധിക്കും അല്ലെ. ഇൻഡിവിജ്വലി അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സണോട് അവരോട് ചോദിച്ച് എന്താണ് ബെനിഫിഷ്യൽ പാക്കേജ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. This can also be seen as the most cost effective method. ഈ മെത്തേഡ് വീണ്ടും എന്താ ഒരു ഇതും കൂടി ഉള്ളതെന്ന് പറയുന്ന ഒരു കോസ്റ്റ് കുറഞ്ഞൊരു മെത്തേഡ് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ഇന്റർവ്യൂ ഇതാണ് പേഴ്സണൽ ഇന്റർവ്യൂസ്. രണ്ട് പോയിന്റ് ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അതായത് സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏറ്റവും അല്ലെ നമുക്കറിയാം എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അതായത് ചെറിയ ചെറിയ സ്ഥാപനമാണ്. അത് മാത്രമല്ല ഇതെന്ന് പറയുന്നത് എന്താണ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. അതിന് ചെലവ് കുറഞ്ഞ ഒരു മെത്തേഡ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തിപരമായിട്ട് തന്നെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമുക്കറിയാം പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന ബെനിഫിറ്റ് പാക്കേജുകൾ ലഭ്യമാക്കിയാൽ നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ വ്യക്തിപരമായിട്ട് ചോദിച്ചറിയുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ്. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? there are mainly two portions in a simplified questionnaire. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം പറയുന്നത് രണ്ട് ഭാഗങ്ങളാണ് ഇതിലുള്ളത്. The first one is used to determine the benefit preferences, while the other portion is aimed to determine the benefit preferences. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ലക്ഷ്യമിടുന്നത് പ്രിഫറൻസ് അവരുടെ എംപ്ലോയീസിനാണ് പ്രിഫറൻസ് മുൻഗണന കൊടുത്തിട്ടാണ് ലക്ഷ്യമിടുന്നത്.
Then എന്താണ് അവിടെ ഡെമോക്രാറ്റിക് പീരിയഡ്സ് ഓഫ് ഏജ്, ജെൻഡർ, ഇയേഴ്സ് ഓഫ് സർവീസ്, കരിയർ സ്റ്റാറ്റസ്, സാലറി, ഏജ്. ഓക്കെ, നമുക്കറിയാം അവിടുത്തെ അല്ലെ അവരുടെ ഏജും ജെൻഡറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഓരോ ലെവലിനനുസരിച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ നടത്തുന്നത്. As employees have to only rank and or indicate their preference, it is regarded as a simplified questions. അതായത് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഒരിക്കലും നമുക്കറിയാം അല്ലെ അവരുടേതായിട്ടുള്ള പെർഫോമൻസ് പ്രിഫറൻസുകൾ, അവരുടേതായിട്ടുള്ള മുൻഗണനകൾ അവര് അംഗീകരിക്കാനായിട്ട് തയ്യാറാവും അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ നടത്തിയാണ് ചോദിച്ചറിയുന്നത്. The analysis of data collected will be difficult task and it will be require the use of a computer. If the organization is not a small one, to avoid suspecting the employees, it is important that the questionnaire is read. Okay. അപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ. ചിലപ്പോൾ കുറച്ച് പേരുണ്ടെങ്കിൽ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത് ക്വസ്റ്റ്യൻ നടത്തിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്റർവ്യൂവുമുണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ പ്രത്യേകത, അവരിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കും അല്ലെ. മനസ്സിലാക്കി കമ്പ്യൂട്ടറിനെ വേണ്ടി സഹായത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി കൂടി ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ ആണെങ്കിൽ മാനുവലി അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് ഈ ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. പേഴ്സണൽ ഇന്റർവ്യൂസ്, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. വ്യക്തിപരമായിട്ട് ഇന്റർവ്യൂ നടത്തിയുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന രീതി, അതല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അല്ലെ, ക്വസ്റ്റ്യനെയർ നടത്തിയിട്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ച് തന്നെ ഹെഡിങ് വായിച്ച് തന്നെ പഠിച്ചു പോട്ടാ, അല്ലെങ്കിൽ മാറിപ്പോവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ജസ്റ്റ് ഹെഡിങ് ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇത് ഡാറ്റ നമുക്ക് നേരിട്ട് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇച്ചിരി കൂടി വലിയ സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെ, കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസറുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അനാലിസിസ് ഓഫ് ഡാറ്റ കളക്ടഡ് വിൽ ബി ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിൽ it will be require the use of a computer with the organization is not a small one. ചെറിയ സ്ഥാപനമല്ല എങ്കിൽ എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഡാറ്റാസ് അനലൈസ് ചെയ്ത് നടത്താനായിട്ട് സാധിക്കുന്നത്? വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് അവിടെ അപ്സെറ്റിംഗ് എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നടത്താം. എല്ലാവരും തന്നെ പരിഗണിക്കണമെന്നില്ല അല്ലെ. എന്നാലും മോസ്റ്റ് ഓഫ് ദ പേഴ്സൺസിന്റെ എന്താണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ഒരുപാട് എന്താ പറയുക ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം എനിക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. അതൊക്കെ സങ്കീർണമായിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ പറയുന്നത്. The measurement of the intensity of a preference of employees is not possible in case of a personal interview and simplified questionnaire. Simplified questionnaire personal interview നടത്തിയിട്ടും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് എങ്കിൽ അല്ലെ, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് തന്നെ നടത്തേണ്ടതായിട്ട് വരും.
Thus, more sophisticated marketing research tools are employed by many firms so that it will be possible. Like it is possible to measure the significance of employees' preference related to different benefits advantages. Okay. അപ്പൊ നമുക്കറിയാം അവിടെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ ആ ഒരു രീതിയിൽ രണ്ട് രീതികൾ നമ്മൾ പറഞ്ഞ ആ രീതികളിലൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്. പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് നടത്തി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാത്തൊരു രീതിയാണ് എങ്കിലാണ് നമ്മൾ എന്താണ് റിസർച്ച് മെത്തേഡിലേക്ക് പോകും അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണ് മെനി ഫേംസുകൾ റിസർച്ച് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു രീതി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസിന്റെ പ്രിഫറൻസുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Certain alternative plans have been formulated by the employers, then only these sophisticated research tools can be implemented. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് വ്യത്യസ്ത രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന്റെ കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചെന്ന് വരും. അപ്പൊ ആ ഒരു രീതി അനുസരിച്ച് സങ്കീർണമായിട്ടുള്ള രീതി അനുസരിച്ച് തന്നെ അത് നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. മോസ്റ്റ് ഓഫ് ദ ടൈം simplified questionnaires and interviews are followed by these techniques, and it may require further interviews or use of questionnaires. Okay, തീർച്ചയായിട്ടും നേരത്തെ കൂട്ടിയിട്ട് അല്ലെ പ്രിഫറൻസ് എന്താണോ എന്തിനൊക്കെയാണോ മുൻഗണന എന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെ ഫോർമുലേറ്റ് ചെയ്ത് എംപ്ലോയർ നടപ്പാക്കും. ദെൻ അതിനനുസരിച്ചിട്ട് തന്നെ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് സങ്കീർണമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. റിസർച്ച് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഗവേഷണം നടത്തി കണ്ടെത്തുന്ന ഒരു രീതി അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് സങ്കീർണമായിട്ടുള്ള ഗവേഷണ രീതി അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം സിംപ്ലിഫൈഡ് questionnaires and interviews are followed by this techniques അല്ലെ. ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം അതിസങ്കീർണമായ രീതിയിൽ തന്നെ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പല രീതികളും ഇപ്പൊ നമുക്കറിയാം അല്ലെ. നമ്മളിപ്പോ കമ്പ്യൂട്ടറിലെ മൊബൈലിലൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾ ചെയ്യും അല്ലെ. ഏറ്റവും നമുക്ക് സൂട്ട് ആണെങ്കിൽ അവരെന്ത് ചെയ്യും ഒരുപാട് പേര് അതിലേക്ക് കോൾ ചെയ്യും. അപ്പൊ ആ കോൾ ചെയ്യുന്നതനുസരിച്ച് അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള രീതി ഉപയോഗിച്ചിട്ടാണ് അവരത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് ഓഫ് ദ പേഴ്സൺസും ഇതിനാണ് യോജിക്കുന്നതെങ്കിൽ ഓക്കെ ആ പെർസെന്റേജ് ലെവൽ അനുസരിച്ചിട്ട് അവർക്ക് അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കി കൊടുക്കും അല്ലെ. അപ്പൊ അതൊരു അതിസങ്കീർണമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. അതൊരു ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. ആ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. Thus, most of the time, simplified questionnaires and interviews are followed by this techniques, and it may require further interviews or use of questions. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അല്ലെ ചിലപ്പോൾ തോന്നുന്നു അവരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അവരെ മനസ്സിലാക്കാനൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വ്യക്തിപരമായിട്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതല്ലെങ്കിൽ ജസ്റ്റ് അല്ലെ അവരെ കോൾ ചെയ്തപ്പോ നമുക്കറിയാം അധികം സമയവും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. അധികം റെസ്പോൺസ് വരുന്നില്ല. പക്ഷെ എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് അറിയാനും സാധിക്കും അല്ലെ. ആ ഒരു രീതിയൊക്കെ അത് സങ്കീർണമായിട്ടുള്ള ഒരു ഗവേഷണ രീതിയാണ്. ഒക്കെയാണോ ആ 3 പോയിന്റ്സിന്റെ ഹെഡിങ് ഒക്കെ പഠിച്ചു വയ്ക്കാം. ഒക്കെയാണോ വായിക്കേണ്ടതുണ്ടോ? 2 പോയിന്റ് കൂടി ഉണ്ട്. നമുക്ക് ബോറടിച്ചു തുടങ്ങിയോ? ഒക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്. എന്താണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഇതേമാതിരി തന്നെ വില നിയന്ത്രണം അല്ലെ, ചെലവ് നിയന്ത്രണം നടത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ചെലവ് നിയന്ത്രിക്കുക അവരെ തീർച്ചയായിട്ടും ചെയ്യും അല്ലെ. അവർ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ചെലവ് ആക്കാനൊന്നും അവർ തയ്യാറാവില്ല അല്ലെ. തയ്യാറാവില്ല. The main focus remain either on the reduction of the size of the
claim or a decrease in the administrative cost linked with the benefit plans so that the benefit cost can be controlled. Okay. നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈ കോസ്റ്റ് ചെലവുകൾ വീട്ടുകുത്ത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചെലവുകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് അല്ലെ ആ ഒരു സൈസ് ഓഫ് ദ ക്ലെയിം അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് സാധിക്കും. അതേമാതിരി തന്നെ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ലിങ്ക് വിത്ത് ബെനിഫിറ്റ് പ്ലാൻസ് സോ ദാറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ്. ആണെങ്കിൽ അതിലേക്ക് അല്ലെ ഓൾട്ടർനേറ്റീവ് അതിന് പകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് തരണം ചെയ്യാനൊക്കെയായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. Runs of these method are to lower the cost or at least lower the rate of increase of cost rather than transferring these costs to the employees. Okay. അപ്പോ നമ്മള് അതിന്റെ ഒരു അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ അല്ലെ എപ്പോഴും നമുക്കറിയാം നിയന്ത്രണം വില നിയന്ത്രിച്ചു കൊണ്ടുപോകാം അല്ലെ. കണ്ടെയ്നിങ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് പറയുന്നത് the attempt of these method are to lower the cost or at least lower the rate of increase of the cost rather than transferring these costs to the employees. അല്ലെ നമ്മളിപ്പോ കുറച്ച് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുക. ഇൻ കേസ് അവർ കോസ്റ്റ് കൂടുതൽ ഹൈ ആയിട്ട് ഈടാക്കുന്നുണ്ടെങ്കിൽ അല്ലെ അവര് തൊഴിലുടമയിൽ നിന്ന് തന്നെ ഒരുപാട് കോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്ത് ചെയ്യും അവര് കുറച്ചെങ്കിലും എന്താണ് തൊഴിലാളികളിലേക്ക് അടിച്ചിരിക്കും അല്ലെ. അപ്പൊ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് പാക്കേജ് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസ് ദ മെയിൻ ഫോക്കസ് ഓഫ് എംപ്ലോയീസ് ഇസ് ടു റെഡ്യൂസ് ദ ഓൺ കോസ്റ്റ്. സ്വന്തം കോസ്റ്റ് കുറയ്ക്കാനായിരിക്കും മിക്കവാറും ഓർഗനൈസേഷനിലെ തൊഴിലുടമ ആഗ്രഹിക്കുന്നത്. However, some benefits are also given to the employees resulting from the cost reduction in the form of providing additional benefits to the employees or a decrease in rate of rise in accessible expenses. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് പോകാനായിട്ട് തൊഴിലുടമ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ എംപ്ലോയിയും കൂടി കുറച്ച് തരത്തിൽ ഉള്ള ഒരു റിസ്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ നമുക്കറിയാം അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. ഇപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് അല്ലെ. കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ് അധികം വരാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും ആലോചിക്കുക. എംപ്ലോയർ എപ്പോഴും അങ്ങനെ തന്നെ ആലോചിക്കുള്ളൂ. സോ അങ്ങനെയൊക്കെ പറ്റിയില്ലെങ്കിൽ ഒരുപാട് ബേർഡൻ റിസ്ക് എടുക്കേണ്ടി വരികയെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഓയിലേക്ക് അത് അല്ലെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ചെയ്തു പോകാറുള്ളത്. ഓക്കെ. അപ്പോ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതായത് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ പ്ലാൻസ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് provisions and practices which are most common cost containment methods and are being implemented by an employers at a present other state. Okay. അപ്പൊ നമുക്കറിയാം ഈ മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ തരുന്നു അല്ലെ. കുറെ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അതായത് മെഡിക്കൽ ക്ലെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നാസിഡ് കിട്ടും. ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമൊക്കെ പലതരത്തിലുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇതൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇങ്ങനെ കോസ്റ്റ് ഒന്നും അധികം ഇല്ലാത്ത രീതിയിലുള്ള ഇക്വിറ്റി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷമായിരിക്കും അവർ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നത് അല്ലെ. അപ്പൊ മനസ്സിലാക്കുക നടപ്പിലാക്കി വരുന്നത് തൊഴിലുടമയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം നടപ്പാക്കാനായിട്ട് തയ്യാറാവുന്നത്. ഓക്കെ. നമുക്ക് കുറച്ച് ഇതിന്റെ പോയിന്റ്സുകളാണ്. ഓക്കെ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ പോയിന്റ്സുകൾ? ഓക്കെ. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ നോക്കാം. ക്ലിയർ ആണോ? ആണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.